ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ചായയുടെ ഒക്കെ കൂടെ ഈവനിങ്ങില് കഴിക്കാൻ പറ്റുന്ന നല്ല കറുമുറാന്നുള്ള അരിമുറുക്കിന്റെ റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് മുറുക്കുണ്ടാക്കുമ്പോൾ അതിന്റെ ഉള്ളു മൂക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അതിനുള്ള ടിപ്സ് ഒക്കെ ഞാനിവിടെ പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര മുറുക്ക് വേണോ അതിനനുസരിച്ച് നമുക്ക് അരിപ്പൊടി എടുക്കാവുന്നതാണ്. വറുത്ത അരിപ്പൊടി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ പാക്കറ്റിൽ വാങ്ങുന്ന അരിപ്പൊടിയാണ്. സാധാരണ നമ്മൾ ഇടിയപ്പവും അപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന ആ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒന്നുകൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാതെയും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ കുറച്ചൊരു എരിവ് നമുക്ക് മുറുക്കിന് നല്ലതല്ലേ, അതുകൊണ്ട് ആണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കാം. ഈ എള്ള് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മുറുക്കുണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ മുകളിൽ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അയമോദകത്തിന് പകരം ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട്. ജീരകത്തിന്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ 1 പിഞ്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർക്കരുത്. കായപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒരുപാടാവരുത്, 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൊടികളെല്ലാം നന്നായിട്ട് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുറുക്കുണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മുറുക്കുണ്ടാക്കി എടുക്കാവുന്നതാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പൊ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് തിളച്ച വെള്ളമായിരിക്കണം. നല്ല തിളച്ച വെള്ളം ഒഴിച്ചാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ അരിമുറുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. കുറേശ്ശെ കുറേശ്ശെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അവസാനം ഞാൻ പറയാം ഞാൻ എത്രത്തോളം വെള്ളം എടുത്തിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ട് നമുക്കിത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കാറുണ്ടോ, പക്ഷേ ഈ നമ്മൾ മുറുക്കിന് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിരിക്കണം. ഒരുപാട് ലൂസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മുറുക്ക് നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോഴേ അത് മുറിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഒരു പക്ഷെ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി കൂടി ചേർത്തിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ഈ രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അരിപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെ 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരുന്നത്. പക്ഷെ അത്രയും വേണ്ടി വന്നില്ല. 2 ടേബിൾ സ്പൂൺ വെള്ളം അധികം വന്നിരുന്നു. ചില പൊടിയുടെ അനുസരിച്ച് വെള്ളത്തിന്റെ അളവ് ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റം വരും, അത്രയേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്കിതൊന്ന് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു സേവനാഴി എടുത്തിട്ടുണ്ട്. കണ്ട് ഇതേപോലെ സ്റ്റാറിന്റെ ഷേപ്പുള്ള അച്ചിലാണ് നമ്മൾ മുറുക്കുണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതിൽ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ സേവനാഴിയിലേക്ക് ഞാൻ അച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മാവ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഓരോ തവണ ഈ മാവ് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന മാവ് നമ്മൾ അപ്പോൾ തന്നെ അടച്ചു വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മുറുക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. മുറുക്ക് ഉണ്ടാക്കുമ്പോഴേ ലൂസ് ആവരുത്. നല്ല കുറച്ച് ടൈറ്റ് ആയിട്ട് തന്നെ വേണം നമ്മൾ എപ്പോഴും ഇത് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റ് ഒന്ന് കമഴ്ത്തി ഇട്ടിട്ട് അതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മുകളിലേക്കാണ് നമുക്ക് മുറുക്കിനുള്ള മാവ് പീച്ചിയെടുക്കുന്നത്. ഇതല്ലെങ്കിൽ
നമ്മുടെ വാഴയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് പീച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ കുറച്ച് ഓയിൽ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് പീച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ദാണ്ട് ഇതേപോലെ പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ആദ്യമൊക്കെ 1-2 ചുറ്റിച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നീട് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് ചുറ്റി എടുത്തിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴേ ഇതങ്ങ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കിത് റൗണ്ട് ഷേപ്പിൽ മാത്രമല്ല സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ 2 ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു 3-4 ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒരു പ്ലേറ്റിന്റെ മുകളിലോ അല്ലെങ്കിൽ വാഴയിലയിലോ നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചട്ടുകവോ മറ്റോ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ കോരി എണ്ണയിലേക്ക് ഇടാൻ പറ്റുന്നതാണ്. നമ്മൾ നേരിട്ടത് എണ്ണയിലേക്ക് പിഴിഞ്ഞു കൊടുത്താൽ നമ്മുടെ കൈ കൊള്ളാനും അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് മുറുക്കിന്റെ ഓരോ പീസസ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ മുറുക്കിന്റെ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് അതിന്റെ പുറം അങ്ങ് മൂത്ത് വരികയും ഉള്ളു മൂക്കാതിരിക്കുകയും ചെയ്യും. അതേപോലെ ലോ ഫ്ലെയിമിൽ ഇടുകയും ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ നന്നായിട്ട് നമ്മുടെ മുറുക്കിനകത്തിലെ എണ്ണ പിടിച്ചിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പത വരും. ഈ പത കുറേശ്ശെ അടങ്ങി വരും. അപ്പോഴാണ് നമുക്കിത് മൂത്തെന്ന് മനസ്സിലാവുന്നത്. ഇതാ കണ്ടോ, പതയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ ഇത് ഒരുപാട് മൂപ്പിച്ചെടുക്കണ്ട, ബ്രൗൺ കളർ ആവുന്നത് വരെ നിൽക്കണ്ട. ചെറിയൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ പതയൊക്കെ ഒന്ന് അടങ്ങിയ ശേഷം നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഇത് കോരിയെടുത്തു കഴിഞ്ഞ ശേഷം പിന്നീട് തന്നെ ഇരുന്ന് ഒന്നുകൂടി മൂത്ത് കിട്ടും. നമ്മുടെ മാവ് ഒരുപാട് ലൂസായി പോയാലും നമ്മുടെ മുറുക്കിന്റെ ഉള്ളു മൂക്കാതെ വരും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ നമ്മൾ മുറുക്ക് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ ഉടനെ എങ്ങും ഇത് തിരിച്ചിടാൻ നോക്കരുത്. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് തിരിച്ചിടാൻ നോക്കാവൂ. ഇപ്പൊ പതയൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മുടെ മുറുക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമ്മൾ കോരിയെടുക്കണം. നല്ല ഭംഗിയില്ലേ, നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഇരുന്ന് മൂത്ത് കിട്ടും. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാ മുറുക്കും ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, നല്ല ടേസ്റ്റുമാണ്. അപ്പൊ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചായയൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഈ മുറുക്ക്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു.